പക്ഷേ ശ്രീ നിർമ്മൽ, ഈ യുക്രൈനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ റഷ്യയ്ക്ക് സൈനിക സഹായം ഉൾപ്പെടെയുള്ള എല്ലാ വിധത്തിലും സഹായം വാഗ്ദാനം ചെയ്ത അല്ലെങ്കിൽ നൽകിയിട്ടുള്ള ഒരു രാജ്യമാണല്ലോ ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇറാന് ഒരു ശാക്തിക ചേരിയുടെ പിന്തുണ ലഭിക്കില്ലേ, അപ്പുറത്ത് അമേരിക്ക വരുന്നത് പോലെ തന്നെ ഇസ്രായേലിനൊപ്പം? ഇല്ല, മിലിറ്ററിലി അത് ലഭിക്കാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ മിലിറ്ററിലി നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് റഷ്യ ഓൾറെഡി സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം അവിടെ യുക്രൈനുമായിട്ട് മറ്റുള്ള രാജ്യങ്ങളുടെ സഹായം ഉള്ളത് കൊണ്ട് തന്നെ തീവ്രമായിട്ടൊരു യുദ്ധം നടക്കുന്നു. റഷ്യക്ക് അവിടുന്ന് ഫോക്കസ് മാറ്റി മറ്റു രാജ്യത്തിനെ സഹായിക്കാൻ തൽക്കാലം പറ്റില്ല. ചൈനയാണെങ്കിലും നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പോലും കണ്ടു വളരെ സ്ട്രാറ്റജിക് ആയിട്ടും ഡിപ്ലോമാറ്റിക് ആയിട്ടും, അതായത് ഉദാഹരണം പറഞ്ഞ ഇത് നേരെ UN പോവാണ്. ആ സമയത്ത് ചിലപ്പോൾ വീറ്റോ ചെയ്യാൻ വേണ്ടി ചൈനയോ റഷ്യയോ മുന്നോട്ട് വരും. അല്ലാതെ മിലിറ്ററിലി ഇപ്പം US ഇടപെടുന്ന പോലെ അല്ലെ UK ഇടപെടാൻ പോകുന്ന പോലെ മിലിറ്ററിലി ഇടപെടാൻ റഷ്യയോ ചൈനയോ തയ്യാറാകാൻ സാധ്യതയില്ല, അൺലെസ് ഇതൊരു അത്ര എക്സ്ട്രീം ഒരു സ്റ്റേജിലോട്ട് പോയാൽ. അല്ലാത്ത പക്ഷം നോർമൽ സർക്കംസ്റ്റൻസസിൽ US മിലിറ്ററിലി ഇടപെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ചൈനയോ റഷ്യയോ ഇറാനും വേണ്ടി മിലിറ്ററി ഇടപെടാൻ സാധ്യതയില്ല. മാത്രമല്ല, ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളുടെ എണ്ണം നോക്കി ആരൊക്കെ, ട്യൂണീഷ്യയും പാകിസ്ഥാനും ചെറിയ ചെറിയ അൾജീരിയയും രാജ്യം പോലും അല്ലാത്ത ഹൂത്തികളും മാത്രമാണ് ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ഇറാൻ. ഇപ്പം മാത്രമല്ല, ആ ഏരിയയിലുള്ള സൗദിയും ടർക്കിയും ഒക്കെ തന്നെ താല്പര്യപ്പെടാത്ത ഒരു രാജ്യമാണ് ഇറാൻ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇറാൻ ഡിസഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്.